ആദ്യമേ മനോഹരമായ ശിശുദിനത്തിൽ എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും ശിശുദിനത്തിൻ്റെ ഹൃദയപൂർവമായ ആശംസകൾ നേരുകയാണ്. സംസ്ഥാന ശിശുക്ഷേമ സമിതി സംഘടിപ്പിക്കുന്ന ഇന്നത്തെ ശിശുദിന ആഘോഷ റാലി പ്രൗഢഗംഭീരമാക്കിയ ഓരോ കുഞ്ഞു മക്കൾക്കും ഹൃദയപൂർവമായ അഭിനന്ദനം അറിയിക്കുന്നു. അതോടൊപ്പം ഒക്ടോബർ മാസം 28-ാം തീയതി മുതൽ വിവിധങ്ങളായിട്ടുള്ള പരിപാടികളാണ് സംസ്ഥാന ശിശുദിന ആഘോഷവുമായി ബന്ധപ്പെട്ട് ശിശുക്ഷേമ സമിതി നടപ്പിലാക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നല്ല നിലയിൽ തന്നെ ഈ വർഷം ഒട്ടേറെ പുതിയ പരിപാടികളും കലോത്സവങ്ങളും ഒക്കെ ശിശുക്ഷേമ സമിതി നടത്തിയിരുന്നു. അപ്പോൾ അതിന് ശിശുക്ഷേമ സമിതിയോടും അതിനുള്ള സന്തോഷം കൂടി ജനറൽ സെക്രട്ടറിയും അതോടെ ബഹുമാനരായിട്ടുള്ള അംഗങ്ങളൊക്കെ ഇവിടെയുണ്ട് എല്ലാവരോടും അറിയിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും നടന്ന് ക്ഷീണിച്ച് ഇവിടെ വന്നിരിക്കുകയാണ്. വളരെ മനോഹരമായി തന്നെ എല്ലാവരും ഈ റാലിയിൽ പങ്കെടുത്തു. അവിടേക്ക് നോക്കിയാൽ നമ്മുടെ സ്റ്റുഡൻറ് ലീഡേഴ്സ് എല്ലാം, കുട്ടികളുടെ ലീഡേഴ്സ് എല്ലാം പെൺകുട്ടികളല്ലേ. ചരിത്രത്തിൽ ആദ്യമായിട്ടാണെന്നാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ ഇവിടെ ഉദ്ഘാടനം ചെയ്ത കുട്ടികളുടെ പ്രധാനമന്ത്രി എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്നറിയാമോ? 3-ാം ക്ലാസ്സിലാണ്. അപ്പോൾ അതോടൊപ്പം നമ്മുടെ മറ്റ് മക്കളും എല്ലാവരും തന്നെ ഓരോ തലത്തിൽ, എല്ലാ തലത്തിലും സ്റ്റേറ്റ് തലത്തിലും ഒക്കെ അതിൽ പ്രാഗൽഭ്യം തെളിയിച്ചാണ് ഇവർ കുട്ടികളുടെ പ്രധാനമന്ത്രിയും പ്രസിഡൻറ്റും സ്പീക്കറും ഒക്കെയായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അതുകൂടാതെ ഇവിടെ തന്മയ വി എന്ന കണ്ണൂരിൽ നിന്നുള്ള 8-ാം ക്ലാസ് വിദ്യാർത്ഥിനിയുണ്ട്. ആ മോളുടെ ശിശുദിന സ്റ്റാമ്പാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അത് കുട്ടികൾ രൂപപ്പെടുത്തുന്ന കേരളത്തെ സംബന്ധിച്ചിട്ടുണ്ട്. കുട്ടികൾ വരയ്ക്കുന്ന കേരളം, അത് വളരെ പ്രതീകാത്മകമാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു ചിത്രം. അതാണ് ശിശുദിന സ്റ്റാമ്പായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിലും അഭിനന്ദനം അറിയിച്ചു കൊള്ളട്ടെ. 2-3 കാര്യങ്ങൾ കൂടി. ഒന്ന്, ശിശുക്ഷേമ സമിതി ഈ കാലഘട്ടത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ. ഇപ്പോൾ 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഈ വർഷം 2024 ജനുവരി മാസം തുടങ്ങി നവംബറിലെത്തി നിൽക്കുമ്പോൾ പലവിധമായ കാരണങ്ങളാൽ മാതാപിതാക്കളാൽ അല്ലെങ്കിൽ അമ്മയാൽ സംരക്ഷിക്കപ്പെടാൻ കഴിയാതെ പോകുന്ന 18 കുഞ്ഞുങ്ങളെ തിരുവനന്തപുരത്ത് മാത്രവും 4 കുഞ്ഞുങ്ങളെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, 22 കുഞ്ഞുങ്ങളെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ശിശുക്ഷേമ സമിതിക്ക് സംരക്ഷണയിലേക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ പൊന്നുപോലെ ആ മക്കളെ വളർത്തുക എന്ന വലിയ ഉത്തരവാദിത്വം തീർച്ചയായിട്ടും നിർവഹിക്കപ്പെടും. അത് എല്ലാ അർത്ഥത്തിലും, അത് ശാരീരികമായി, മാനസികമായി, ബൗദ്ധികമായിട്ടുള്ള വളർച്ച ഉറപ്പാക്കുന്നതിനാണ് ശ്രമിക്കുന്നത്. 19 മാസത്തിനുള്ളിൽ 114 കുഞ്ഞുങ്ങളെ കുടുംബങ്ങളുടെ സന്നാഹത്വത്തിലേക്ക് കൊണ്ടുവരുന്നതിന് സാധിച്ചു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 19 മാസത്തിൽ നടക്കുന്നത്. അതിൽ ഇരട്ട കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, എൻ്റെ മുന്നിലിരിക്കുന്നത് കൂടുതൽ കുഞ്ഞു മക്കളാണ്. അപ്പോൾ നമ്മുടെ കാഴ്ചപ്പാട്, സർക്കാരിൻ്റെ കാഴ്ചപ്പാട് ഓരോ കുഞ്ഞും വിലപ്പെട്ടതാണ്. ഈ ഭൂമിയിൽ ജനിക്കുന്ന ഓരോ കുഞ്ഞും നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, നാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ 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 പ്രധാനപ്പെട്ട, വളരെ വാല്യുബിളാണ് ഓരോ കുഞ്ഞും. ഓരോ കുഞ്ഞും നിങ്ങൾ ഓരോരുത്തരും വളരെ വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങളെ ഓരോരുത്തരെയും, ഓരോ കുഞ്ഞിനെയും ആ കുഞ്ഞിൻ്റെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് വളർത്തുവാൻ അല്ലെങ്കിൽ വളരുവാൻ അനുവദിക്കുക എന്നുള്ളതാണ് സർക്കാരുകളുടെ ഉത്തരവാദിത്വം. അതാണ് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വം. ഇപ്പോൾ നമ്മൾ ആരോഗ്യരംഗം, വിദ്യാഭ്യാസ രംഗമൊക്കെ നോക്കിയാൽ, ഞാൻ ഈ അടുത്തിടെ വേൾഡ് ബാങ്കിൻ്റെ വാർഷിക മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി അവരുടെ ക്ഷണം സ്വീകരിച്ച് വാഷിംഗ്ടൺ DC-യിലെത്തിയപ്പോൾ അതിലൊരു ചർച്ചാ വിഷയം സ്റ്റണ്ടിങ് റിഡക്ഷൻ എന്നതാണ്. സ്റ്റണ്ടിങ് റിഡക്ഷൻ എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളുടെ വളർച്ചാ മുരടിപ്പ്. അപ്പോൾ അതിൽ വികസിത രാജ്യങ്ങളുടെ ഡേറ്റയുമായിട്ടാണ് കേരളത്തിൻ്റേത് ഒന്നിച്ചു നിൽക്കുന്നത്. അതുകൊണ്ടാണ്
നമുക്ക് നമ്മുടെ പ്രോഗ്രാം എന്താണെന്നുള്ളതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് അവർ നമ്മളെ ക്ഷണിച്ചത്. ഒരു കുഞ്ഞ അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെടുന്ന സമയം മുതൽ ആദ്യത്തെ 270 ദിവസം, പിന്നീടുള്ള 730 ദിവസം, കുഞ്ഞിന് 2 വയസ്സ് പ്രായമാകുന്നത് വരെ, അങ്ങനെ 1000 ദിവസത്തിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക പരിപാടി സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിലുണ്ട്. അപ്പോൾ ആ ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ ആ കുഞ്ഞിൻ്റെ വളർച്ച, ശാരീരിക വളർച്ച, അതുപോലെ നമ്മുടെ തലയുടെ ചുറ്റളവൊക്കെ ഉൾപ്പെടെയുള്ള നിങ്ങൾക്ക് അനിയനും അനിയത്തിയൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കസിൻസ് കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, നമ്മുടെ മുന്നിലിരിക്കുന്ന മക്കളും ഒക്കെ കണ്ടിട്ടുണ്ടാകും. അപ്പം അങ്ങനെയുള്ള മെഷേഴ്സൊക്കെ എടുത്തുകൊണ്ട് മറ്റ് പരിശോധനകളൊക്കെ നടത്തി കുഞ്ഞ് ആരോഗ്യവാനും ആരോഗ്യവതിയും ഒക്കെ ആണെന്ന് ഉറപ്പാണ്. ഈ 1000 ദിവസം കഴിഞ്ഞാൽ പിന്നീടുള്ള കുഞ്ഞ് അങ്കണവാടിയിലേക്ക് 3 വയസ്സ് വരെ ന്യൂട്രീഷൻ സപ്ലിമെൻ്റ് ഉണ്ട്. അങ്കണവാടിയിൽ എത്തിക്കഴിഞ്ഞാൽ ഈ സർക്കാരിൻ്റെ കാലയളവിൽ നമ്മൾ ആവിഷ്കരിച്ചതാണ് മുട്ടയും പാലും പദ്ധതി. അങ്കണവാടിയിലെ മുട്ടയും പാലും പദ്ധതി നടപ്പിലാക്കുക. സ്കൂളുകളിലേക്ക് 1-ാം ക്ലാസ് മുതൽ സ്കൂളുകളിലേക്ക് എത്തപ്പെട്ടാൽ പൊതുവിദ്യാഭ്യാസ സ്ഥാപനം, സർക്കാർ സ്കൂളുകളിൽ, അതുപോലെ എയ്ഡഡ് സ്കൂളുകൾ, അതുപോലെ മറ്റു സ്കൂളുകളിലുമൊക്കെ തന്നെ അതിൻ്റെ ഭാഗമായി കുഞ്ഞിൻ്റെ ആരോഗ്യം, ന്യൂട്രീഷൻ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ട്. ഒരു കാര്യം കൂടി ആരോഗ്യവകുപ്പും വിദ്യാഭ്യാസ വകുപ്പും കൂടി ഈ കാലഘട്ടത്തിൽ ചെയ്യുകയാണ്. അത് സംസ്ഥാനത്തെ സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാം. എത്രയോ വർഷങ്ങൾക്ക് മുൻപ് സ്കൂൾ ആരോഗ്യ പരിപാടി നടപ്പിലാക്കി. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സ്കൂൾ ആരോഗ്യ പരിപാടി നടപ്പിലാക്കിയ ഒരു സംസ്ഥാനമാണ് കേരളം. പക്ഷെ പുതിയ കാലത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള പുതിയ സ്കൂൾ ആരോഗ്യ പരിപാടി, അതിൻ്റെ എല്ലാ ഡ്രാഫ്റ്റ്, അതിൻ്റെ രൂപരേഖ തയ്യാറായി കഴിഞ്ഞു. ഞാനും ബഹുമാന്യമായിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രി സുരേഷ് കുട്ടി, അദ്ദേഹവും ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഫൈനൽ ചർച്ച നടത്തി. ഇനി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംസ്ഥാന സ്കൂൾ ആരോഗ്യ പരിപാടിയും അത് ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് സാർവത്രിക വിദ്യാഭ്യാസ നിയമം ഉൾപ്പെടെ പാസ്സാക്കി. ഇവിടെ നമ്മുടെ മക്കൾ സംസാരിച്ചപ്പോൾ അവർ പറയുകയുണ്ടായി വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെയൊക്കെ ആ മാറ്റമാണ് നമ്മുടെ സമൂഹത്തിലുണ്ടായിട്ടുള്ളത്. ഒരു കാര്യം കൂടി പറഞ്ഞതിൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഒന്നല്ല, 2 കാര്യം. ഒന്ന്, അടുത്തിടെ സുപ്രീം കോടതി കേരള സർക്കാരിൻ്റെ വനിതാ ശിശു വികസന വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചൊരു കാര്യം ചെയ്യുന്നതെന്നല്ലോ, ഫോസ്റ്റർ കെയർ കുഞ്ഞുങ്ങൾ കേട്ടിട്ടുണ്ടാകും. അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥമെന്നൊന്ന് ഡിക്ഷണറി എടുത്തൊന്ന് നോക്കണം. ഫോസ്റ്റർ കെയറിൻ്റെ എന്താണ് അതിൻ്റെ ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞാൽ പ്രത്യേക കെയർ ആവശ്യമുള്ള, പ്രത്യേക സംരക്ഷണം ആവശ്യമുള്ള നമ്മുടെ സമൂഹത്തിലെ കുഞ്ഞുങ്ങളെ കുടുംബാന്തരീക്ഷങ്ങളിലേക്ക്, ആ അന്തരീക്ഷത്തിൻ്റെ അനുഭവങ്ങളെ അവർക്ക് പ്രദാനം ചെയ്യുന്ന നിലയിലുള്ള സംരക്ഷണം ഒരുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഉള്ള കുഞ്ഞുങ്ങൾ നമ്മുടെ പ്രത്യേക ഹോമുകളിൽ നിന്ന് ഇങ്ങനെ കുടുംബങ്ങളിലേക്ക് ഫോസ്റ്റർ കെയറിനെത്തിയാൽ 1, 2, 3 വർഷമൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കുഞ്ഞുങ്ങൾ ആ കുടുംബത്തിൻ്റെ നിയമപരമായി ആ കുടുംബത്തിൻ്റെ ഭാഗമായി അവർ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പം ലോകത്ത് ഫോസ്റ്റർ കെയർ, അത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ജഡ്ജസ് ഉൾപ്പെടെ അതിൽ പ്രത്യേകമായിട്ട് നമ്മുടെ പ്രസൻറ്റേഷൻ ക്ഷണിച്ചു വരുത്തിക്കൊണ്ട് കേരളം ചെയ്യുന്ന ഈ പ്രവർത്തനം മാതൃകാപരമാണെന്ന് പറഞ്ഞു. യുണിസെഫ് ഇപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേക ഡോക്യുമെൻറ്റേഷൻ, കേരളം ചെയ്യുന്ന ഈ പ്രവർത്തനത്തിൽ പ്രത്യേക ഡോക്യുമെൻറ്റേഷൻ ചെയ്യും. എൻ്റെ മക്കളെ, ഞാൻ വരുമ്പോൾ ഒരു വാക്ക് കേട്ടുകൊണ്ടാണ് ഇവിടെ വന്നത്. അത് ബാലസൗഹൃദ കേരളം എന്നുള്ളതാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിൽ നമ്മൾ ശിശുക്കൾക്ക് നൽകുന്ന പ്രാധാന്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട്. എല്ലാ മേഖലകളിലും, പൊതു ഇടങ്ങളിൽ ഉൾപ്പെടെ ഓരോ കുഞ്ഞും സുരക്ഷിതമായിരിക്കുന്നതിനും, ഓരോ കുഞ്ഞിനും ആവശ്യമായിട്ടുള്ള വളർച്ചാ പിന്തുണ നൽകുന്നതിനും, ഓരോ കുഞ്ഞുങ്ങൾക്കും വളരുന്നതിന് ആവശ്യവും സൗഹൃദവുമായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള പുതിയതെന്ന് വെച്ചാൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും, വിദ്യാഭ്യാസ വകുപ്പുണ്ട്, തദ്ദേശ വകുപ്പുണ്ട്, അതിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുണ്ട്, ആരോഗ്യ വകുപ്പുണ്ട്, ഇപ്പോൾ വനിതാ ശിശു വികസന വകുപ്പ്, എല്ലാ വകുപ്പുകളെയും കൂടി ഏകോപിപ്പിച്ചുകൊണ്ട് ബാലസൗഹൃദ കേരളം കൃത്യമായ സമയബന്ധിതമായി കൃത്യമായ മാനദണ്ഡങ്ങൾ യുണിസെഫിനുണ്ട്, ഐക്യരാഷ്ട്രസഭ അതിന് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. UN മാനദണ്ഡങ്ങൾ, അപ്പോൾ ആഗോളതലത്തിലുള്ള മാനദണ്ഡങ്ങൾ കൂടി താരതമ്യം ചെയ്തുകൊണ്ട് കേരള സ്പെസിഫിക്കായുള്ള മാനദണ്ഡങ്ങൾ രൂപീകരിച്ചുകൊണ്ടാണ് ബാലസൗഹൃദ കേരളം എന്നതിലേക്ക് ലക്ഷ്യം വെക്കുന്നത്. എല്ലാ പ്രിയ കുഞ്ഞുമക്കൾക്കും എല്ലാ ആശംസകളും നേരുന്നു.
എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. ഓരോ നിമിഷവും സന്തോഷിക്കുന്നത്, പഠിക്കുന്നതാണെങ്കിലും അത് ആഘോഷിച്ച് പഠിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ, ഇഷ്ടത്തോടെ പഠിക്കാൻ കഴിയട്ടെ, ഇഷ്ടത്തോടെ കളിക്കാൻ കഴിയട്ടെ, ഇഷ്ടത്തോടെ വായിക്കാൻ കഴിയട്ടെ, ഇഷ്ടത്തോടെ സൗഹൃദങ്ങൾ ഉണ്ടാകാൻ കഴിയട്ടെ. ആ സ്വാതന്ത്ര്യം നിങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. അത് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ മക്കളെയും ചേർത്ത് പിടിച്ച് ഒരിക്കൽ കൂടി ഈ ദിനത്തിൽ എല്ലാ ആശംസകളും